ആഴ്ചകളായി സിറിയൻ ജനത ഒരു ആകാംക്ഷയിലായിരുന്നു. ദമസ്കസിലെ പ്രശസ്തമായ ഉമയ്യദ് പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സൗദി അറേബ്യ സമ്മാനിച്ച ആ പെട്ടിയിൽ എന്താണെന്നറിയാനായി. ഒടുവിൽ അവരുടെ ആകാംക്ഷയ്ക്ക് ഉത്തരമായിരിക്കുന്നു. സിറിയൻ വിമോചന ദിനമായ ഡിസംബർ 8-ന് പ്രസിഡന്റ് അഹ്മദ് അൽ ഷറ ഉമയ്യദ് പള്ളിയിലെത്തി പെട്ടി ജനങ്ങൾക്ക് മുമ്പിൽ പ്രകാശനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കഅബയുടെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഖുർആൻ വചനങ്ങളും മറ്റും തുന്നിച്ചേർക്കപ്പെട്ട കറുത്ത പട്ടുവസ്ത്രം, കിസ്വയുടെ ഒരു കഷ്ണമായിരുന്നു അത്. സിറിയയുമായി സൗഹൃദം പുനഃസ്ഥാപിച്ച ശേഷം സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ കൊടുത്തയച്ച സമ്മാനമായിരുന്നു അത്. പ്രസിഡന്റ് അഹ്മദ് അൽ ഷറ അത് ഏറ്റുവാങ്ങി പള്ളിയിൽ ഒരു പച്ച തുണി കൊണ്ട് മറച്ച് സൂക്ഷിച്ചു വെച്ചു. പെട്ടി തുറക്കാനോ ഉള്ളിൽ എന്താണെന്ന് വെളിപ്പെടുത്താനോ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു. ഓരോ വർഷത്തെയും കഅബയുടെ പുടവ മാറ്റൽ ചടങ്ങിന് ശേഷം പഴയ പുടവ കഷ്ണങ്ങളാക്കി സൗഹൃദ രാജ്യങ്ങൾക്കും ലോക നേതാക്കൾക്കും സമ്മാനിക്കുന്ന പതിവ് സൗദി അറേബ്യക്കുണ്ട്. കിസ്വയുടെ ഒരു ഭാഗം സമ്മാനമായി നൽകുന്നത് ഉന്നത പദവിയിൽ ഇരിക്കുന്നവർക്കും അടുത്ത സഖ്യകക്ഷികൾക്കും മാത്രം ലഭിക്കുന്ന അപൂർവ ബഹുമതിയാണ്. ഗ്രേറ്റ് മോസ്ക് ഓഫ് ദമസ്കസ് ആയ ഉമയ്യദ് പള്ളിയിൽ ഇത് സ്ഥാപിക്കുന്നത് സൗദി അറേബ്യയും സിറിയയും തമ്മിലുള്ള ആഴത്തിലുള്ള മത സാംസ്കാരിക ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം, മക്ക എന്ന പുണ്യഭൂമിയും ചരിത്രപ്രധാനമായ ദമസ്കസും തമ്മിലുള്ള ഐക്യത്തിന്റെ സന്ദേശം, 2024 ഡിസംബറിലെ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം വന്ന പുതിയ സിറിയൻ നേതൃത്വത്തിനുള്ള അംഗീകാരം, രാജ്യത്തിന്റെ പുതിയ അധ്യായത്തിനുള്ള പിന്തുണയും എന്നെല്ലാമുള്ള നിലയിലാണ്. മുൻ ബഷാറുൽ അസദ് ഭരണത്തിന്റെ പതനത്തെയും രാഷ്ട്രീയ മാറ്റത്തെയുമാണ് സിറിയൻ വിമോചന ദിനമായി ആഘോഷിക്കുന്നത്. അതിന്റെ 1-ാം വർഷമായിരുന്നു ഇന്ന്. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.